ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ ചെയ്ത് കാണിക്കുന്നത് സാധാ നമ്മളെ 3 വോൾട്ട് സാധാ LED ഇല്ലേ, ഇത് നമ്മളൊന്ന് മിന്നി കത്തിച്ച് നോക്കിയാൽ നമുക്ക് വളരെ സിമ്പിളായ ചെറിയ സർക്യൂട്ടാണ്. അപ്പം ഞാൻ ഓരോന്നായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്ത് വീഡിയോ അവസാനം കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, നമ്മൾ വീഡിയോ കടന്നു നോക്കിയാൽ നമുക്ക്. അപ്പം ഫസ്റ്റ് നമുക്ക് വേണ്ടത് സാധാ ഒരു 3 വോൾട്ട് LED കണ്ടില്ലേ, ഇത് വേണം നമുക്ക്. പിന്നെ നമുക്ക് വേണ്ട സാധാ ഒരു കപ്പാസിറ്റർ, അതായത് 100 UF-ന്റെ 25 വോൾട്ടിന്റെ കപ്പാസിറ്റർ വേണം നമുക്ക് കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് BC 547 ട്രാൻസിസ്റ്റർ, ഇത് നമുക്ക് ഒരെണ്ണമാണ് കേട്ടോ. പിന്നെ നമുക്ക് 2 റെസിസ്റ്റർ വേണ്ട, ഒന്ന് പിന്നെ 150-ഉം ഒന്ന് പിന്നെ 33-ആണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഉണ്ടാക്കിയാണെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ കഴിഞ്ഞ നമ്മളെ ട്രാൻസ്ഫർ ഇതില് ഈ എയ്ത്തുള്ള ഭാഗം മുന്നിക്കാക്കണം. എയ്ത്ത് കാണാണ് BC 547 കണ്ടല്ലേ. നേരെ ഇങ്ങനെ വെച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ, ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കട്ടെ, ഇങ്ങനെ ഷോർട്ടാതെക്കാന്. എന്നിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ നമുക്ക് LED നീളം കൂടിയ കാലാണ് പോസിറ്റീവ് വരിക. ഈ നീളം കൂടി ഈ കാലം കേട്ടോ, ഇത് നെഗറ്റീവാണ് വരിക കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം, അപ്പൊ ഇതിൽ നമുക്ക് ഈ പോസിറ്റീവ് നീളം കൂടിയ കാലം അത് നമുക്ക് ഇങ്ങനെ സോൾഡർ ചെയ്യാം, ഇങ്ങനെ കേട്ടോ. ഇത് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ കണ്ടോ, അപ്പൊ അത് നമ്മൾ ചെയ്തെടുത്തു കണ്ടില്ലേ. ഇനി നമുക്ക് ആ LED ഇത് ഇനി ഇവിടെ നെഗറ്റീവ് ആണ്. ഈ നെഗറ്റീവ് നമുക്ക് എന്ത് ചെയ്യാം, ഈ 150 റൈസർ നമുക്കൊന്ന് സോൾവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ കണ്ടോ, റൈസർ നമ്മൾ എന്ത് ചെയ്തു, സോൾവ് ചെയ്ത് കൊടുത്തോണ്ടല്ലേ. ഇനി നമുക്ക് വേണ്ടത് നമ്മളെ കപ്പാസിറ്ററാണ്. കപ്പാസിറ്ററിന്റെ ഈ വരട്ട ഭാഗം നെഗറ്റീവായിട്ട് വരിക, ഇത് പോസിറ്റീവാണ് വരിക. അപ്പൊ നമുക്ക് ഈ റൈസറിന്റെ ഇതുണ്ടല്ലോ, ഈ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, കപ്പാസിറ്റർ നെഗറ്റീവ് നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യേണ്ടത്, ഇതിന് നെഗറ്റീവ് സോൾവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ മാറിപ്പോരുത്. അപ്പോൾ കണ്ടോ, അത് നമ്മൾ സോൾവ് ചെയ്ത് കൊടുത്തു കണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എയറിലെ ഭാഗം കട്ട് ചെയ്ത് കൊടുത്താൽ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ചെയ്ത് ഞാൻ കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്കുള്ള ഈ കപ്പാസിറ്ററിന്റെ പോസിറ്റീവ് ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ട്രാൻസിസ്റ്ററിന്റെ ഫസ്റ്റ് കാലില്ലേ, ഫസ്റ്റ് കാലുമായിട്ട് സോൾവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടല്ലേ, അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മളെ 33 റൈസറാണ് നമുക്ക് വേണ്ടത്. ഇത് എന്ത് ചെയ്യാം, ഈ രണ്ടിന്റെ ഇടയിൽ, ഈ കപ്പാസിറ്ററിന്റെ ഇതിന്റെ ഇടയിൽ ഇവിടെ നിന്ന് സോൾവ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ കണ്ടോ, ഇത്രയുള്ള നമ്മളെ സർക്യൂട്ട് കണ്ടോ, വളരെ സിമ്പിളായ സർക്യൂട്ട്. അപ്പൊ നമുക്ക് വർക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് കേട്ടോ. അപ്പൊ നമുക്കിവിടെ 12 കൊടുത്താൽ നമുക്ക് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ അവിടെ 12 എലിമിനേറ്റർ എടുത്ത് കാണില്ല. അപ്പൊ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ വോൾട്ട് 12 സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 12 കണ്ടില്ലേ, ഇനി സ്വിച്ച് ഓൺ ആക്കി കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ ഇനി നമുക്ക് ഈ റൈസറിന്റെ ഈ ഭാഗം എന്താ, ഈ കപ്പാസിറ്ററിന്റെ നെഗറ്റീവും ഈ റൈസറിന് ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നെഗറ്റീവ് കൊടുക്കുക. ഇങ്ങനെ കണ്ടില്ലേ. എന്നിട്ട് എന്ത് ചെയ്യാ, ഈ ഭാഗം പോസിറ്റീവും കൊടുക്കുക കേട്ടോ. ഈ റൈസറിന്റെ ഭാഗത്ത് കണ്ടോ, കണ്ടില്ലേ. ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയാണെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഒന്നുകൂടി ഭംഗിയുണ്ടോ കാണാനായിട്ട്. കണ്ടോ എങ്ങനെയുണ്ട്, സംഗതി ഉഷാറല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന് വോൾട്ട് ഞാൻ ചെക്ക് ചെയ്താൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ, എത്ര വോൾട്ടാന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഫേക്കാണ് പറയരുത്. ഞാൻ ഇവിടെ മൾട്ടിമീറ്റർ തന്നെ കാണിച്ചു തരാം. മൾട്ടിമീറ്റർ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഇവിടെ 20ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതാണ് പോസിറ്റീവ്, ഇതാണ് നെഗറ്റീവ്. കണ്ടില്ലേ, 13 വോൾട്ട് ഉണ്ട് കേട്ടോ. 12 വോൾട്ട് ആണോ, കണ്ടില്ലേ. അപ്പൊ സംഗതി റെഡിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് കാര്യങ്ങൾ അഭിപ്രായം കമന്റിൽ അറിയിക്കുക. അപ്പൊ നിങ്ങൾ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കൻ ഓൺ ആക്കിയാൽ ഞാൻ ഇതേമാതിരിക്കുള്ള പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിരന്തരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ ഫ്രണ്ട്സ്, അടുത്തൊരു കാണുമായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.